മിഴി രണ്ടിലും മൗനരാഗവും എൻ്റെ തമിഴും ഇത് രണ്ടും എൻ്റെ ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. ഇവളെ അടക്കം തന്നത് മിഴി രണ്ടിലുമാണ്. ഇത് വളയ്ക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. പക്ഷെ ഞാൻ അറിയാതെ വളഞ്ഞു അത് കേട്ടിട്ട് സോറി. ഐ ലവ് യു എന്നാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത് കേട്ടപ്പോ എല്ലാരും ഒരുമിച്ച് ഷോക്കായി. അപ്പൊ ഞാൻ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എങ്ങനെ പിടിക്കുന്നുണ്ട്, അപ്പൊ എന്റെ കൈ തട്ടി മാറ്റുന്നുണ്ട്. അഴുക്ക് വെരി നെഗറ്റീവ് ക്യാരക്ടറാണ്. എന്തോ പറ്റില് ഉള്ളതൊക്കെ പുറത്ത് പറയുന്ന പോലെ ഫീൽ ആവുന്നുണ്ട് എനിക്ക്. മീഷോ വാങ്ങിച്ച ദുൽഖർ. അതായത് മീഷോ ദുൽഖർ. നിനക്കൊക്കെ മീഷോ മതി. അമ്മാല് സോഫി അത് അമ്മാലൊന്നല്ലല്ലോ, മേഘയല്ലേ, ഇത് മതി. സമാന്താന്റെ ഒരു ഭയങ്കരത്തിൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, എസ്പെഷ്യലി ഉറങ്ങുമ്പോഴേക്കും അങ്ങനെ തന്നെ. ആണോ? സമന്ത ഉറങ്ങുന്ന കണ്ടിട്ടുണ്ടോ? സമാന്ത ഞാൻ പറയില്ല കേട്ടോ, ട്രസ്റ്റ് മീ. പോട്ടെ. നിങ്ങളുടെ വെഡിങ് ന്യൂസിന് താഴെ നെഗറ്റീവ് കമന്റ് ഇട്ട ഒരാളാണ് ഞാൻ. എടി ഞാൻ കരേനെ കണ്ട് പാച്ചും കരഞ്ഞു, പിന്നെ രണ്ടൊരു കൂട്ടക്കരച്ചില്ലായിരുന്നു. തമ്മിൽ മനപ്പൊരുത്തില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു വരും. ഇത് സമ്മതിക്കില്ല, ഇത് സമ്മതിക്കില്ല, ഒലക്കിവിടെ ഒലക്കിവിടെ. എനിക്കത് ഹൈഫൈ തന്നല്ലെങ്കിൽ ഞാൻ മറ്റേ യൂണിവേഴ്സിറ്റി കയറും. എന്തോ പാവം ചേച്ചി, അതിന് ഞാൻ പറയുന്നത് ഇല്ലാത്ത സ്ഥലത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. പാവമാണ്, സമ്മതിച്ചു. നീ ഇങ്ങനെ സത്യങ്ങളൊന്നും വിളിച്ച് പറയല്ലേ, പാവം കേട്ടോ. മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. സൽമാൻ നിങ്ങൾ 5 മക്കളല്ലേ? ലൈക്ക് ഏറ്റവും ഇളയ മോനാണല്ലേ? അപ്പൊ ഏതെങ്കിലും സിസ്റ്റർ, ലൈക്ക് ബ്രദറോ സിസ്റ്ററോ ആരുടെ അടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, ഈ കുട്ടിയാണെങ്കിൽ ഇങ്ങനെ 2 വർഷമായി എന്റെ പുറകെ കൂടിയിട്ട്? ഞാൻ ഈ ഡിസിഷൻ എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം സംസാരിക്കുന്നത് ഈ ബെസ്റ്റ് ബഡ്ഡിന്റെ അടുത്താണ്, ഫ്രണ്ടിന്റെ അടുത്ത്, മീത്തുവിന്റെ അടുത്ത്. മീത്തുവിന്റെ അടുത്താണ്. മീത്തുവിന്റെ അടുത്ത് ഞാൻ ഇത് ചർച്ച ചെയ്തിട്ട് ദ വെരി നെക്സ്റ്റ് തിങ് ഞാൻ പറയണത് എൻ്റെ മൂത്ത ബ്രദർ ഉണ്ട്. പുള്ളിയാണ് ഇപ്പം എൻ്റെ ഉപ്പയില്ല, ഉപ്പ മരിച്ചു പോയതാണ്. അപ്പോൾ പുള്ളിയാണ് ഇപ്പോൾ ആ സ്ഥാനത്തും ഞങ്ങൾ എന്തുണ്ടെങ്കിലും ചർച്ച ചെയ്യുന്നത്, എൻ്റെ എല്ലാം നല്ലതും മോശമൊക്കെ പുള്ളിയാണ്. അപ്പോൾ പുള്ളീൻ്റെ അടുത്താണ് ഞാൻ ആദ്യം സംസാരിക്കുന്നത്. പിന്നെ പെങ്ങളുമാണ് എപ്പോഴും ഭയങ്കര കമ്പനിയാണ്, എന്തും സംസാരിക്കാൻ പറ്റുന്ന ഒരു രീതി. അപ്പോൾ ഇവരുടെ അടുത്തൊക്കെയാണ് പറയണത്. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ല, ഒരു അഡ്വക്കേറ്റ് ഇക്കുക. നെക്സ്റ്റ് ഡേ പിന്നെ ഇക്കാൻ്റെ അടുത്തും ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പം എതിർപ്പ് തന്നെ ആയിരുന്നു. കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രാജുവലി വരും. ഓക്കെ. അപ്പം സൽമാനെ നമ്മളാണെങ്കിൽ മൗനരാഗം 2 കണ്ടിട്ടുണ്ട്, അമ്മ അറിയാതെയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സെറ്റും ഏറ്റവും കൂടുതൽ ആ ഒരു സെറ്റിൽ നിന്ന് പിരിഞ്ഞു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് മിഴി രണ്ടിലും ആ ഒരു സെറ്റ് ആയിരിക്കും അല്ലേ? മിഴി രണ്ടിലും, ടു ബി ഫ്രാങ്ക്, ടു ബി ഹോണസ്റ്റ്, മിഴി രണ്ടിലും മൗനരാഗവും എൻ്റെ തമിഴും ഇത് രണ്ടും എൻ്റെ ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. ബിക്കോസ് ഞാൻ ആദ്യം ചെയ്ത പ്രൊജക്ട് അമ്മേറിയാതെ ഏഷ്യാനെറ്റിലാണെങ്കിലും എനിക്ക് മലയാളത്തിൽ വൻ ബ്രേക്കും ഹൈപ്പും ഓഡിയൻസിന്റെ അക്സെപ്റ്റൻസും സ്നേഹവും എല്ലാം ഇവളെ അടക്കം തന്നത് മിഴി രണ്ടിലുമാണ്. നേരെ മറിച്ച് തമിഴ് എനിക്ക് ഒരിക്കലും അതിനൊരു സെക്കൻഡായിട്ട് കാണാനേ പറ്റില്ല. കാരണം എൻ്റെ കരിയറിന്റെ ഒരു മൊത്തം എൻ്റെ ഹോൾ കരിയറിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് തമിഴാണ്. കാരണം ഞാൻ അമ്മയാരാധ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബിഗിനർ ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റ് ആണ്, ആദ്യമായിട്ട് ക്യാമറന്റെ മുമ്പിൽ നിൽക്കണേ. അപ്പോൾ ഒരു ആക്ടറിന്റെ റൈറ്റ്സ് എന്താണ്, ഒരു ആക്ടർ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവനക്ക് എന്തൊക്കെ പാടുണ്ട് എന്തൊക്കെ പാടില്ല എന്നുള്ള ഇങ്ങനത്തെ കുറേ പല സംഭവങ്ങളൊക്കെ എനിക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ദ ഹോൾ തിങ്, അതായത് നമ്മളൊരു ഡിഗ്രി നമ്മൾ ലാസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഫസ്റ്റ് ലെസൺ എല്ലാം പഠിക്കുമല്ലോ. സോ ഈ ഒരു എന്താ പറയാ, ഈ ഒരു ആക്ടിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു ആക്ടറിന്റെ എല്ലാ റൈറ്റ്സ് എന്താണ്, എങ്ങനെ നിൽക്കണം, അതായത് ഞങ്ങൾക്കും ഉണ്ട് റൂൾസും റെഗുലേഷൻസും സെൽഫായിട്ട് പാലിക്കേണ്ടത്, നമുക്കുണ്ട് ഒരു കാര്യം എങ്ങനെ ഡീൽ ചെയ്യേണ്ടത്. ഇപ്പം ആക്ടർ എന്ന് വിചാരിച്ചിട്ട് എല്ലാം വേണം, എല്ലാം കിട്ടണം, അങ്ങനെയൊന്നുമില്ല. നീ ചോദിക്കേണ്ട രീതിയുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കേണ്ട കാര്യങ്ങളുണ്ട്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, പഠിക്കേണ്ട ഇതൊക്കത്തിൻ്റെയും ബേസ് എനിക്ക് കിട്ടുന്നത് തമിഴിൽ നിന്നാണ്. തമിഴിൻ്റെ എൻ്റെ ഡയറക്ടർ സാറും എൻ്റെ ടീമും ഞാൻ അതിൽ നിന്ന് പഠിച്ച എൻ്റെ പ്രൊഡ്യൂസറും ഒക്കെ ദ ബെസ്റ്റ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പം നമ്മളിപ്പോൾ നല്ലൊരു കോളേജിൽ പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്ന പോലെയാണ് എനിക്ക് ആക്ടിങ്ങിൽ കിട്ടിയ നല്ലൊരു
കോച്ചിങ്, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ തമിഴ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് പഠിച്ചു വന്ന കാര്യങ്ങളാണ് ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് ഫോളോ അപ്പ് ചെയ്തും പാലിച്ചുകൊണ്ടും ഒക്കെ പോകുന്നത്. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഹിറ്റായിരുന്നു. തമിഴ്നാട്ടിൽ ഭയങ്കര ഹിറ്റായ ഒരു പ്രൊജക്റ്റാണ്. അതിൻ്റെ സ്നേഹവും ഇപ്പം ഞാനിപ്പോൾ ലുലുവിൽ പോവുകയാണെങ്കിൽ, കാരണം അവിടെ തമിഴ് ആൾക്കാരും മലയാള ആൾക്കാരും ഒരുമിച്ച് വരുന്ന വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ വരുന്നു. ഇപ്പം ഞാൻ അവിടെ പോവുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ തമിഴ് തീർന്നിട്ട് ഓൾമോസ്റ്റ് 2 വർഷം ആവാറായി. ഇപ്പോഴും തമിഴ് ആൾക്കാർ കണ്ടാൽ ആ പേരും പറഞ്ഞിട്ട് അടുത്ത് വന്ന് സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ എൻ്റെ ഭാഗ്യം, കരിയർ പരമായിട്ട് എൻ്റെ ഭാഗ്യം ചോദിച്ചെങ്കിൽ എപ്പോഴും അതും ഇതും ഈക്വലി ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഞാൻ എനിക്കറിയില്ല, ഇപ്പം നാളെ ഞാൻ വേറൊരു പ്രൊജക്ട് ചെയ്യുമ്പോഴും സഞ്ജുവിന്റെ പുതിയ പ്രൊജക്ട് കണ്ടെന്ന് തന്നെയായിരിക്കും പിന്നെ പറയുന്നത്. ആ പേര് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. ഭയങ്കര രസം എനിക്കത് കേൾക്കാൻ, ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർ അത് പറയുന്നത്. ഓക്കെ. അപ്പം സൽമാൻ പോയതിനു ശേഷം മേഘന്റെ ആ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? അത്രയും നാളും എപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്ന ആള് പെട്ടെന്നാണെങ്കിൽ ഇനി സെറ്റിൽ ഇല്ല. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞു, സൽമാൻ ഇല്ലാത്തൊരു ദിവസമാണെങ്കിൽ സെറ്റ് ആണെങ്കിൽ എന്താ പറയാ, ഉറങ്ങി കിടക്കണ പോലെയാണ്. അപ്പൊ അങ്ങനെ ഒരാള് ഇനിയിപ്പോ ഇല്ല, സെറ്റിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോ ആ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് അതൊന്ന് ഹാൻഡിൽ ചെയ്തത്? എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ചോദിച്ചാൽ, അല്ല ആദ്യം മാനസികാവസ്ഥ എങ്ങനെയുണ്ടായിരുന്നു? ഓബ്വിയസ്ലി ലവ് ഫാക്ടറും ഫ്രണ്ട്ഷിപ്പ് എവറിത്തിങ് പീസ് ഹാപ്പിനെസ് എല്ലാം ഒരു ദിവസം രാവിലെ എണീച്ചിട്ട് ഇനി ഉണ്ടാവില്ല എന്ന് പറയുമ്പം അഫ്കോഴ്സ് വിൽ ബി ബ്രോക്കൺ. നോ, അന്ന് രാവിലെ ഐ റിമെമ്പർ ഞാൻ സെൽഫ് മേക്കപ്പാണ്. മേക്കപ്പ് ഇടുന്ന സമയത്ത് കണ്ണെഴുതും, കണ്ണിന്ന് വെള്ളം ഇറങ്ങും, തുടയ്ക്കും, വീണ്ടും എഴുതും, തുടയ്ക്കും, ഇങ്ങനെ തന്നെയായിരുന്നു ദി ഹോൾ ടൈം. എന്നിട്ട് സെറ്റിൽ പോയതിന് ശേഷം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസേഴ്സ് വന്നിട്ട് ഇനി സൽമാൻ ഉണ്ടാവില്ല, ഡേറ്റ് ഇഷ്യൂസ് മാറേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പോഴും എനിക്ക് കരച്ചു നിർത്താൻ പറ്റുന്നില്ല. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ദി ഹോൾ ടൈം. ആൻഡ് ദെൻ ലൈക്ക് ആഫ്റ്റർ എനിക്ക് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര വിഷമായിരുന്നു. ആൻഡ് ലൈക്ക് ഞാൻ ഇങ്ങനെ പാച്ചുവിന് വീഡിയോ കോളൊക്കെ വിളിച്ച് ഞാൻ കരേനെ കണ്ട് പാച്ചും കരഞ്ഞ് പിന്നെ രണ്ടൊരു കൂട്ടക്കരച്ചില്ലായിരുന്നു. കൂട്ടിക്കൂട്ട് ഭയങ്കര കരച്ചില്ലായിരുന്നു. പിന്നെ ഇറ്റ് വാസ് ഇൻ ദി സെയിം സെറ്റ്. പിന്നെ എന്തായിരുന്നു, നേരത്തെ ഒരു വെക്കേഷന് പോകുന്ന പോലായിരുന്നു എനിക്ക്. ഐ യൂസ് ടു ലവ് ഗോയിങ് ടു ദാറ്റ് സെറ്റ്. പിന്നെ പാച്ചു ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഫുൾ സെറ്റും ഭയങ്കര ഡൗൺ ആയിപ്പോയി. പിന്നെ ഒരു വർക്കിന് പോകുന്ന പോലെ ഫീൽ ആയിരുന്നു എനിക്ക്. പോയ വർക്ക് ചെയ്യാ വരാം, അങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു. അത് ഞാൻ പോസ്റ്റ് ഒക്കെ ഇട്ട് അത് ഭയങ്കര ന്യൂസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയായിരുന്നു മീറ്റ് ചെയ്യൽ? ആ ഒരു ബോണ്ട് കാണലില്ലായിരുന്നു, ഒന്നും കാണില്ലായിരുന്നു. കാരണം ഇവിടെ വീട്ടിൽ നിന്ന് അങ്ങനെ ഇവിടെ ആകെ പോകുന്നത് വർക്ക് പോകും തിരിച്ചു വരും, വീട്ടിൽ പോകും കോളേജിൽ പോകും തിരിച്ചു വരും. വേറെ ഫ്രണ്ട്സിന്റെ കൂടെ ഔട്ടിങ് കാര്യങ്ങളോ പിന്നെ അങ്ങനെ ഒന്നുമില്ല. പിന്നെ അമ്മക്ക് ഇത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പുറത്തൊന്ന് മീറ്റ് ചെയ്യുന്ന പരിപാടീസ് കാര്യങ്ങളൊന്നുമില്ല. ഓൺലി ജസ്റ്റ് സം കോൾസ്, സം വീഡിയോ കോൾസ്. എന്നിട്ട് എങ്ങനെയാണ് അത് കീപ്പ് ചെയ്ത് പോയി ഇവിടം വരെ എത്തി നിൽക്കുന്നത്? താങ്ക്സ് ടു ടെക്നോളജി, മൊബൈൽ അല്ലേ? ലൈക്ക് അങ്ങനെയാണ്. ഓക്കെ. അപ്പം നിങ്ങളുടെ രണ്ടാളുടെയും കല്യാണത്തിന്റെ ലൈക്ക് ഇപ്പം പെട്ടെന്നുള്ളതായിരുന്നു, ഉറ്റ സുഹൃത്തിന് പോലും പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പം നിങ്ങളുടെ ഫാമിലീനെ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പേരിൽ കുറച്ച് നെഗറ്റീവ് കോമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് വീട്ടുകാർക്ക് താല്പര്യമില്ലാണ്ടാണ് ഇങ്ങനെ ചെയ്തത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയൊക്കെ വന്ന നെഗറ്റീവ് കോമന്റ്സ് ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ലൈക്ക് ഇപ്പം അതിന് ഇതായിട്ട് മേഘയാണെങ്കിൽ ഒരു പോസ്റ്റ് അച്ഛൻ്റെ ഒപ്പമുള്ള പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന്റെ താഴെ നോക്കുമ്പോഴാണെങ്കിൽ അച്ഛൻ തിരിഞ്ഞാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. ഞാൻ വെച്ചിട്ട് എന്താണ് ഇവർക്ക് അങ്ങനെ അത്രയും നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞിട്ടാണെങ്കിൽ അച്ഛന്റെ ഉള്ള ഫോട്ടോ വരെ ഇട്ടു. എന്നിട്ട് അച്ഛൻ തിരിഞ്ഞ് നിൽക്കുവാന്ന് പറഞ്ഞിട്ട് അതിനകത്തും പറയുന്ന ആൾക്കാർ. ആക്ച്വലി അച്ഛൻ്റെ അന്ന് അച്ഛൻ പിക്ക് എടുത്തായിരുന്നു, പക്ഷെ ഞങ്ങൾ ഫോണിൽ എടുക്കാൻ വിട്ടുപോയി. ഞങ്ങൾ രണ്ടുപേരും കിളി പറഞ്ഞിരിക്കുകയായിരുന്നു. ഞങ്ങളത് ചിന്തിച്ചു. ആക്ച്വലി അച്ഛൻ വരുന്നത് വരെ ഞങ്ങൾ അവിടെ ഫോട്ടോ എടുത്ത്, കാരണം ഞങ്ങളുടെ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട്, സൈൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നോർമൽ ക്യാമറ വെച്ചിട്ടും 2 ഐഫോണിലൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. പക്ഷെ പുള്ളിക്കാരനെ കണ്ടിട്ട് ഇവിടെ പാനിക്കായപ്പോൾ മൊത്തം എല്ലാവരും അത് വിട്ടുപോയി. പിന്നെ അപ്പൊ എല്ലാവരും ഞങ്ങൾക്ക് ആ ഒരു സ്പേസ് എന്ന് എല്ലാവരും മാറി. കാരണം എല്ലാവരും ഒരു പ്രോബ്ലം ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനിയിപ്പോ എന്താവും, നെക്സ്റ്റ് സീൻ എന്താവും അറിയില്ലല്ലോ.
പക്ഷെ പുള്ളി ഭയങ്കര കൂളായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ എല്ലാവരും ഭയങ്കര സ്റ്റക്കായിട്ട് നിന്ന്, ഞങ്ങളും സ്റ്റക്കായിട്ട്, ഞങ്ങൾക്ക് അത് തലയിൽ പോയില്ല പിക്ക് എടുക്കേണ്ട ഒരു സാധനം. പക്ഷെ അത് തന്നെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ആരോ കാൻഡിഡ് ആയിട്ട് ബാക്കിൽ നിന്ന് എടുത്തോണ്ടിരുന്നതാണ്. അത് ഞങ്ങൾ പിന്നെയാണ് കാണുന്നത്. അപ്പോഴാണ് ഇവിടെ പറഞ്ഞത് അയ്യോ നമ്മൾ ഫോട്ടോ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഏറ്റവും കൂടുതൽ ഞെട്ടിയതാരാ? നിങ്ങളുടെ ആ ഒരു ഷോക്ക് ആയതാരാ? ഒബ്വിയസ്ലി മലയാളികളൊക്കെ ഷോക്ക്ഡ് ആണ്, അതല്ലാണ്ട് നിങ്ങളുടെ ക്ലോസ് സർക്കിളിലുള്ള ആരെങ്കിലും ഭയങ്കര എല്ലാരും, കാരണം ആരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇതറിയാന്ന് മീത്തുവിന് അറിയാം, ഞങ്ങളുടെ ഫാമിലി കുറച്ച് ആൾക്കാർക്കറിയാം. വെരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് പശുവിന്റെ ബ്രദേഴ്സ്. അതും ഈ ഡേറ്റ് അറിയില്ല. ആക്ച്വലി ഡേറ്റ് 5th ആയിരുന്നില്ല, 17th ആയിരുന്നു, ഫെബ്രുവരി 17th ആയിരുന്നു. അപ്പം ഇൻ ബിറ്റ്വീൻ ഞാൻ പറഞ്ഞില്ല വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ സീവിയർ ആയതുകൊണ്ടും പിന്നെ ഞാൻ പറഞ്ഞു മറ്റേ ആ ഒരു നോട്ടീസ് ലീക്കായി തുടങ്ങി, ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയൊക്കെ വന്നത് കൊണ്ടും പിന്നെ ഞാൻ വിചാരിച്ചു ഓവർ ഡിലേ ആക്കണ്ട, കാരണം ലീഗലി ആയിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി പ്രശ്നമില്ലല്ലോ, വൈഫായല്ലോ, ബാക്കി വൈഫിന്റെ റൈറ്റ് വെച്ചിട്ട് അങ്ങനെ ആവട്ടെ വിചാരിച്ചിട്ടാണ് പ്രീപോൺ ചെയ്തതാണ് ഡേറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ലൈക്ക് സാറ്റർഡേ എന്തോ പ്ലാൻ ചെയ്യുന്നു, സാറ്റർഡേ സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ 4 days കൊണ്ടാണ്. മൺഡേ ആണ് ഡ്രസ് എടുത്തു, ട്യൂസ്ഡേ ഡ്രസ് സ്റ്റിച്ച് ചെയ്ത് കിട്ടി, കല്യാണം. ഇതായിരുന്നു പരിപാടി. അപ്പൊ എല്ലാവരും ഇല്ല. അപ്പൊ ഞാൻ രാവിലെ എണീച്ച് ആണെങ്കിൽ മെസ്സേജ് ഇട്ട് വില്യു ഇപ്പോഴെങ്കിലും പറയോ എന്ന് ചോദിച്ചു. I still hate you. It's like okay fine. No, I had actually, you know, അത് പറയണം, അത് പറയുന്ന മൊമെന്റ് ഒരു ഭയങ്കര സ്പെഷ്യൽ ആക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇവള് ഈ 2.5 വർഷം അത് എക്സ്പെക്ട് ചെയ്തിട്ട് ഞാനത് പറയുമ്പോൾ ജസ്റ്റ് ഇവള് ആഗ്രഹിച്ചതുകൊണ്ട് പറയുന്ന പോലെ ആവരുത്, ദാറ്റ് ഷുഡ് ബി എ വെരി സ്പെഷ്യൽ മൊമെന്റ് ആവണമെന്ന് വിചാരിച്ച് അതെങ്ങനെ സ്പെഷ്യൽ ആക്കാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ ചെറിയൊരു പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഡേറ്റ് പ്രീപോൺ ചെയ്തല്ലോ. പ്രീപോൺ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല, നത്തിങ്. അപ്പം അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഫൈനലി പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന് വരുമ്പം മറ്റേ നമ്മുടെ പോപ്പേഴ്സ് ഒക്കെ വാങ്ങിയിട്ട് വന്ന് ഞാൻ പറഞ്ഞു കുറച്ച് നീ 2-3 പോപ്പേഴ്സും ബലൂണും വാങ്ങിയിട്ട് വന്നു പറഞ്ഞു. അപ്പം ഞാൻ റിങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ വിചാരിച്ചു കയറുന്നതിന് മുമ്പ് പ്രപ്പോസ്, ഐ മീൻ ലൈക്ക് ജസ്റ്റ് അതൊന്ന് പറയാം. അതൊരു കാരണം ഏറ്റവും സപ്പോർട്ട് നിന്ന ആൾക്കാരാണ് അന്ന് കൂടെ ഉണ്ടായിരുന്നത്, ചുറ്റും കുറച്ച് ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ അഡ്വക്കേറ്റ് ഒക്കെ ആണെങ്കിലും. കാരണം എൻ്റെ ലൈഫ് ഏറ്റവും ബെറ്റർ ആവണോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അവരാണ്. അപ്പോൾ അത്രയും അങ്ങനത്തെ ആൾക്കാരുടെ പ്രസൻസിൽ തന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ചെയ്യണമെന്ന് തോന്നി. പക്ഷെ ഇങ്ങനെ പ്രീ പ്ലാൻ ചെയ്തോണ്ട് പിന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് ആ സമയത്തൊക്കെ പെയിൻ ഞാൻ റിലീഫ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ സ്ട്രെസ് എടുക്കാനും പറ്റില്ല, അപ്പോൾ ഒന്നും അധികം ചെയ്യാനും പറ്റണില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന മൊമെന്റിൽ എങ്ങനെയെങ്കിലും അതൊരു കളർഫുൾ ആക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ 2-3 ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോപ്പേഴ്സ് കൊണ്ടുവരാൻ പറഞ്ഞു, 2-3 ബലൂൺ കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷെ ബലൂണ് നിന്റെ അച്ഛൻ വന്ന് ഡയലോഗ് അടിക്കുന്ന ഇടയിൽ ബലൂൺ പൊട്ടിപ്പോയി ആ വെയിലത്ത് ചൂടിൽ. അതൊന്നും നിനക്കറിയില്ലല്ലോ? ഇല്ല, അവർ ബലൂണൊക്കെ ആ സൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സംസാരിച്ച് നിൽക്കുന്നതിന്റെ ഇടയിൽ ബലൂണും പൊട്ടി ലേറ്റ് ആയിട്ട്. അങ്ങനെ കാരണം അച്ഛനോട് ഒന്നും പറയാനും പറ്റില്ലല്ലോ, പോന്ന് പറയാനും പറ്റില്ല, പ്ലാനും മറന്നുപോയി. അപ്പൊ പെട്ടെന്ന് ഞങ്ങളെ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ പെട്ടെന്ന് രജിസ്ട്രാർ ഉള്ളിലേക്ക് വിളിച്ചു ഞങ്ങളെ. അപ്പൊ ഞാൻ ഇക്കാനടുത്ത് ഞാൻ സംഭവം പറഞ്ഞായിരുന്നു, അഡ്വക്കേറ്റ് ഇക്കാനടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്ലാനും കൂടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ ഫ്രണ്ടിന്റെ അടുത്ത് പോപ്പേഴ്സ് വാങ്ങാൻ പറഞ്ഞിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ അടുത്ത് ചോദിച്ചു ആയില്ല ടൈം ചെയ്യുന്നില്ല. അപ്പോഴേക്ക് പെട്ടെന്ന് രജിസ്ട്രാർ ഉള്ളിൽ നിന്ന് വിളിച്ചു. അപ്പൊ എല്ലാവരും ഉള്ളിൽ കയറിപ്പോയി. അപ്പൊ ഞാൻ പോലെ ഇത് ഉറക്കെ പറയാനും പറ്റില്ല. അപ്പൊ ഇവള് ചോദിക്കുന്ന അടുത്ത് എന്തുപറ്റി ചോദിക്കുന്നുണ്ട്. ഞാൻ വിളിക്കുമ്പോ എന്റെ അടുത്ത് പോവാണ്, ഞാൻ മാറി നിൽക്കുകയാണ്. അപ്പൊ ഇവക്ക് എന്താന്നുള്ളത് മനസ്സിലാവണില്ല. അപ്പൊ ഇവള് വിചാരിക്കുന്നത് എന്തോ പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പൊ എനിക്കിത് ബാക്കിയുള്ളവരോടൊന്നും ഞങ്ങൾ 2 വണ്ടിയിലാണ് പോയത്, അതുകൊണ്ട് ബാക്കിയുള്ളവരോട് എനിക്കിത് കൺവേ ചെയ്യാൻ പറ്റിയില്ല സാധനം. അപ്പൊ ഇക്കെ പറഞ്ഞുല്ലോ. അപ്പൊ എനിക്കിത് ഇവളെ മാറ്റി നിർത്തിയിട്ട് പറയാനും പറ്റണില്ല. മാറ്റി നിർത്തി ഇവളെ എന്തെങ്കിലും പ്രശ്നമാണെന്ന് വിചാരിച്ചാൽ ഇവള് പാനിക്കാവും. അപ്പൊ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. രജിസ്ട്രാറുടെ ഉള്ളിൽ നിന്ന് വിളിച്ചു. എനിക്കിത് മറ്റേ ശ്രീനിവാസൻ ഫ്രണ്ട്സിൽ വിസിലടിക്കൂലേ അതുപോലത്തെ അവസ്ഥയായിരുന്നു, എനിക്കൊന്നും പറയാൻ പറ്റണില്ല. അപ്പൊ ഭാഗ്യത്തിന് ഞങ്ങളൊരു ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് രജിസ്ട്രാർ ലഞ്ച് ടൈം ആയതുകൊണ്ട് സൈൻ ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ ടൈമിൽ ഞാൻ എല്ലാരും പുറത്ത് വിളിച്ചിരുത്തി. അപ്പോഴാണ് പലരും അറിയണത്. അപ്പൊ അങ്ങനെ ഞാൻ ഈ സംഭവം പറഞ്ഞു, ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാരും വിളിക്കാണ്. അപ്പൊ ഞാൻ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എങ്ങനെ പിടിക്കുന്നുണ്ട്, അപ്പൊ എന്റെ കൈ തട്ടി മാറ്റുന്നുണ്ട്. പിന്നെയാണ് കുറച്ച് ഒരു 4 minute ലോങ് ലെക്ചർ ഒക്കെ തന്നതിന് ശേഷം, ലെക്ചർ അല്ല ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു, വെരി സ്വീറ്റ് സ്പീച്ച്. ആ സ്പീച്ച് ഒന്ന് 2 വരി ഒന്ന് പറയൂ. അത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലവ് ലൈഫ് ഒക്കെ എനിക്കില്ല എന്ന് വിചാരിച്ചതൊക്കെ ആയിരുന്നു. പക്ഷെ കൂടെ നിന്നിട്ട് ഞാനും അത് ഡിസേർവിങ് ആണ്, എനിക്കും വേണം, എനിക്കൊരു ലൈഫ് വേണം, എനിക്കും പറ്റും,
സ്നേഹിക്കാൻ ഒരാൾ വേണം, ട്രൂ ഈ ലവ് ലൈൻ എന്താണ്. വളയ്ക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ പറഞ്ഞത്. ഐ ആക്ച്വലി മെൻറ്റഡ് ഫോർ ഹിം. ഇപ്പം ഞാൻ അല്ലെങ്കിൽ വേറൊരാൾ ആ സമയത്ത് ഞാൻ അല്ലെങ്കിൽ വേറൊരാൾ വേണം പാച്ചുവിൻ്റെ ലൈഫിൽ. യു ഡിസേർവ് ലവ്, യു നീഡ് ടു എക്സ്പീരിയൻസ് ഇറ്റ്, നിനക്ക് അതിനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് വളയ്ക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. ഞാൻ അറിയാതെ വളഞ്ഞു പോയി അത് കേട്ടിട്ട്. സോറി, അത് കേട്ട് ഞാൻ അറിയാണ്ട് വളഞ്ഞു പോയി, സോറി കേട്ടോ. മൈ മിസ്റ്റേക്ക്, ഐ ആം സോറി അളിയ. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ ഞാൻ കാരണം എല്ലാവർക്കും എക്സ്പ്രസ് ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ട് അത് പറയാൻ പോവാണ്. അപ്പൊ അപ്പോഴും ആൾക്കാർക്ക് മനസ്സിലായില്ല എന്താ പറയാൻ പോകുന്നത് ആദ്യമായിട്ട്. പക്ഷെ ഈ ഐ ലവ് യു എന്നാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത് കേട്ടപ്പോ എല്ലാവരും ഒരുമിച്ച് ഷോക്കായി. ഞാൻ അപ്പോഴാണ് പറയുന്നത് വിത്ത് ദാറ്റ് റിംഗ് ഐ ഡിഡ് ദാറ്റ് ആൻഡ് വി വെന്റ് ഇൻസൈഡ്, സൈൻ. കല്യാണം കഴിച്ചു, സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്കാണെങ്കിൽ സന്തോഷത്തിന് കുറച്ചും കൂടെ ഒന്നൊരു മധുരം കൂട്ടാൻ വേണ്ടിയിട്ട് അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോവാണ്. ഈ സെഗ്മെന്റിന്റെ പേരാണ് മെയ്ഡ് ഫോർ ഈച്ച് അതർ. എന്താണ് മെയ്ഡ് ഫോർ ഈച്ച് അതർ? അപ്പൊ ഞാനാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വെക്കും. ഞാൻ രണ്ട് ബുക്കും ഒരു നോട്ട് പാഡ് തരും. അതിനകത്താണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാണ്ട് ആൻസർ എഴുതണം. ലാസ്റ്റ് നമ്മൾ നോക്കും. ഓക്കെ, റെഡി? റെഡി. ഓക്കെ, അപ്പൊ ഞാൻ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഒരു സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ പോയി? സോറി ട്ടാ. ആ, ടാങ് ടാങ്, രണ്ടുപേർക്കും ഉണ്ട്. ഓക്കെ, ഒരു പേന ഒന്ന് കൊടുക്കണേ. ഒരെണ്ണം തരണേ. ഓക്കെ, അപ്പം ഞാനിനി കുറച്ച് ക്വസ്റ്റ്യൻസ് വയ്ക്കും. അപ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു കൊടുക്കരുത്, തന്നെ എഴുതണം കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. റിലേഷനിൽ റിലേഷൻ അല്ലായിരുന്നു, പക്ഷെ ഞങ്ങളുടെ പ്രൊഡ്യൂസറിന് അറിയില്ലായിരുന്നു. പ്രൊഡ്യൂസറുടെ റിലേഷനിലായിരുന്ന സമയത്ത്, റിലേഷൻ അല്ലാണ്ടിരുന്ന സമയത്ത് പരസ്പരം നൽകിയിരുന്ന ഒരു പ്രോമിസ്. വലുതാക്കി എഴുതണേ. ക്യാമറ കാണാം, വലുതായിട്ട്. കുറെ എഫോർട്ട് ഷീറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്, വലുതാക്കി എഴുതിക്കോ. എന്താ കഥയാണ് എഴുതണേ? ഇല്ല, വലുതാക്കി എഴുതുന്നുണ്ട്. ആ വലുതാക്കി എഴുതുന്നതല്ല, വലിയ അതെ അതെ. ഓക്കെ, ആ എന്താ എഴുതിയേക്കുന്നേ? മേഘ എന്താ എഴുതിയേക്കുന്നേ? മേഘ എന്താ എഴുതിയേക്കുന്നേ? മനസ്സിലാവോ എന്തോ? പ്രോമിസ് ടു ടേക്ക് കെയർ ഓഫ് ഈച്ച് അതർ. എന്താണ്? ഐ വിൽ ഷോ യു എ ബെറ്റർ ലൈഫ് ദാൻ യുവർ കറന്റ് ലൈഫ്. ഓൾമോസ്റ്റ് അല്ല, പക്ഷെ ഒരു പണിഷ്മെന്റ് ഉണ്ട്. ആ പണിഷ്മെന്റ് ഉണ്ട്, എന്തായാലും പണിഷ്മെന്റ് ഉണ്ട്. Exactly same, right? Taking care of you, taking care of her, right? അല്ലേ? മീനിങ് ഒന്നാണ്, എന്നാലും എനിക്ക് പണിഷ്മെന്റ് തരണം. അതിനു വേണ്ടി നിങ്ങൾ ഒരു പണിഷ്മെന്റ് എടുത്തേ പറ്റൂ. ഞാൻ കുറെ പണിഷ്മെന്റ് ഉറക്കം വെച്ചിരുന്നൊക്കെ കണ്ടുപിടിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. ഞാനാണെങ്കിൽ ഇതൊരു മ്യൂസിക് സെഗ്മെന്റ് ആട്ടോ. അപ്പൊ ഞാൻ ചില റൊമാൻറ്റിക് സിനിമ നെയിംസ് ആക്ട് ചെയ്ത് കാണിക്കും. അപ്പൊ അത് നിങ്ങൾ പറയണം. വല്ലാത്തൊരു പണിഷ്മെന്റ്. ഞാൻ കുറച്ച് സിനിമയുടെ പേര് ഇങ്ങനെ ആക്ട് ചെയ്ത് കാണിക്കും, അപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കണം. സിമ്പിളാ. ഓഫ്, വല്ലാത്ത ഇത് എനിക്കുള്ള പണിയാണ്. ഇടക്ക് സ്വന്തം ടാലന്റും സ്കില്ലൊക്കെ ആരെങ്കിലും എന്റെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചാലോ എങ്ങാനും ബിരിയാണി വിളമ്പിയാലോ. അതെ, ഫസ്റ്റ് വൺ. എനിക്കറിയത്തില്ല, ഇത് കാണിച്ചതാണോ? അല്ല, ഇത് ശരിക്കും അല്ല. ഞാൻ തരാം. 3 വേർഡ്സ് ഉണ്ട്. മിഡിൽ വേൾഡ് രണ്ടുപേരുണ്ട്. ഞാൻ മാത്രം. ഗേള്, പെണ്ണ്, മേഘ. മന്ദബുദ്ധി. നിനക്ക്, നിന്റെ പറയട്ടെ. എന്ന് നിന്റെ മിഡില് വരുന്ന വേറൊന്നും എനിക്ക് അറിയില്ല ആക്ച്വലി. ഇത് ടാലന്റ് ഉണ്ടോന്നല്ല കേട്ടോ, പുള്ളിക്കാരത്തിന് ടാലന്റ് ഉണ്ടോ അല്ലേ? സിനിമയിൽ എടുക്കാൻ ആർക്കെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇത് ടാലന്റ് ഉണ്ടോന്നും അല്ല, എനിക്കത് അറിയുന്നോണ്ടാണ്. എന്റെ ബുദ്ധിയാണ്. ഓക്കെ, എങ്ങനെ കാണിച്ചിരിക്കും? ഒരു മുസ്ലിം നെയിം ആണെന്ന് കാണിക്കാം. അന്ന പിന്നെ ഉസ്മാൻ ആയിക്കൂടെ? അപ്പൊ ഇന്ന് നിന്റെ ഉസ്മാൻ. ആർക്കാ പരാതി? അല്ലേ, ആർക്കാ പരാതി? പരാതിയുണ്ട്, ഞങ്ങൾക്ക് പരാതിയുണ്ട്. അതെ, മോതിരം. ഓ, ഫ്രഷ്. ഓക്കെ, അടുത്തത്. തടി, ബൈക്ക്,
മസിൽ മസില് ജിമ്മ് മസിലല്ലേ ഇത് ആംസ് ബൈക്ക് ചണ്ട 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 എന്തത് ഇത് ബൈക്കല്ലാട്ടോ ഇത് ഷോൾഡർ ഏയ്. കാല് കാല് ബോഡി ശരീരം ബോഡി അതിങ്ങനെ കാണിച്ചിവിടെ ഓ സോറി അത് ബുദ്ധി എനിക്കില്ല ശരീരം നിന്റെ ശരീരം ബോഡി ഗാർഡ് അടിപൊളി 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 ബോഡി ഗാർഡ് ഓ ഒരെണ്ണം കൂടെ ഉണ്ട് മൂന്നാമത്തത് കേട്ടോ ഉറങ്ങി ഉറങ്ങി ഡ്രീം കണ്ണാ നീ കനവ് തൂങ്ങി ഡ്രീം സ്വപ്നം ലൈറ്റ് പ്രകാശം മൂന്ന് സൂര്യൻ ചന്ദ്രൻ തെങ്ങ് സ്വപ്നം കൂട് ആ അടിപൊളി ഓക്കെ അടുത്തതാണ് എഴുതണേ അടുത്ത ഫോറിൽ എഴുതിക്കോ. ഒരുമിച്ച് ജീവിക്കാം എന്ന തീരുമാനത്തിൽ എത്തിയ ശേഷം രണ്ടുപേരും ഒരേപോലെ ഇത് തുറന്നു പറഞ്ഞ ഇൻഡസ്ട്രി ഫ്രണ്ട്. വലുതായിട്ട് എഴുതിക്കോ. ഒളിഞ്ഞു നോക്കണ്ട കേട്ടാ. തീരുമാനിച്ചെന്ന് വെച്ചാല് കല്യാണം കഴിക്കാം. അതെ ഇൻഡസ്ട്രി ഫ്രണ്ട് ഇൻഡസ്ട്രിയിലുള്ള രണ്ടുപേർക്കും മ്യൂച്വൽ അറിയാവുന്ന ഫ്രണ്ടാണോ? നമ്മൾ ഒരുമിച്ച് നിങ്ങൾ പറഞ്ഞ ഒരു രണ്ടുപേരും കൂടെ friend പറഞ്ഞത് ഒരുമിച്ച് പറഞ്ഞേ. ഇത് മേഘയ്ക്കുള്ള പണിഷ്മെന്റ്. ഒരു മിനിറ്റ് എന്റെ ഓർമ്മക്കുറവാണെന്തോ. എനിക്കറിഞ്ഞൂടാ. ഒരു ക്ലൂ കൊടുക്കട്ടെ? വേണ്ട, എനിക്ക് പണിഷ്മെന്റ് തന്നേ പറ്റുള്ളൂ. ഇങ്ങനത്തെ പണിഷ്മെന്റ് ആയി കൊള്ളായിരുന്നു. ഇങ്ങനത്തെ അല്ല, ഇത് കുറച്ച് അടുത്ത് കുറച്ച് കടന്ന കൈയാണ്. ഞാൻ എന്തായാലും ഒരു പേര് എഴുതാം. തോറ്റോ? ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് എന്താ ഇത്? പറയട്ടെ. കാണിച്ചോ. വൈഷ്ണവി നമ്മള് തീരുമാനിച്ചത് പറഞ്ഞത് ആരോടാണ്? നമ്മള് വൈഷ്ണവി എടുത്ത് എപ്പോഴാ പറയണേ? കഴിഞ്ഞിട്ട് ശേഷമല്ലേ? അല്ലേ ചേച്ചി? എനിക്കറിയത്തില്ല ചേച്ചി ക്വസ്റ്റ്യൻ ഒന്നും ചേച്ചിയോ? ഞാൻ പറഞ്ഞു സോറി സിസ്. തീരുമാനിച്ചത് നമ്മൾ അങ്ങനെ ആരോട് ഒഫീഷ്യലി പറഞ്ഞില്ലല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പൊ എന്തായാലും പണിഷ്മെന്റ് ഉണ്ട്. നിങ്ങൾ തന്നെ ഒരു ധാരണയിലെത്തി. ഞാൻ നമ്മള് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഞങ്ങള് വിളിച്ച് പറയണ ഒരു ആർട്ടിസ്റ്റ് വൈഷ്ണവിയാണ്. അതെന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പിന്നെ ആ ഒരു ലീക്കായ സംഭവത്തിൽ നിന്ന് ഇങ്ങനെ ചോദിച്ചറിഞ്ഞത് ഒരു ആർട്ടിസ്റ്റ് ഇതാണ്. ഓക്കെ. എന്തായാലും രണ്ടുപേരും രണ്ട് ആൻസർ ആണല്ലോ എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും പണിഷ്മെന്റ് ഉണ്ട്. അല്ലെങ്കിൽ തരൂല. ഇല്ല, കറക്റ്റ് ആൻസർ എഴുതിയില്ല. അപ്പൊ മേഘ സൽമാനെ കുറിച്ച് 3 നുണകൾ പറയണം. അങ്ങനെ കാച്ചി സൗന്ദര്യമില്ല, ബുദ്ധിയില്ല, കയറില്ലാന്ന്. അതൊക്കെ സത്യമല്ലേ? സത്യം പറയണം, നുണ പറഞ്ഞു. ഒട്ടും ഫാഷൻ സെൻസ് ഇല്ല. പിന്നെന്താ, അഴുക്ക് വെരി നെഗറ്റീവ് ക്യാരക്ടർ ആണ്. അഴുക്ക് ചെക്കൻ. പിന്നെ ഫുഡ്, ഓരോ ടൈപ്പ് ഓഫ് ഫുഡ് ടേസ്റ്റ് ഒട്ടും ശരിയല്ല. ഓക്കേ. രണ്ടാമത്തെ എന്തോ കുത്തി അതെനിക്ക് തോന്നിയത്. അത് നീ ഒന്ന് നോർമലി പറഞ്ഞ, അധികം സ്ട്രെസ് ചെയ്യാണ്ട്, ഇല്ലെങ്കിൽ എന്റെ മനസ്സിൽ നിന്ന് പോവില്ല. അഴുക്ക് ചെക്കനാണ്. അഴുക്ക് ചെക്കന് നേരത്തെ പറഞ്ഞപ്പോ എന്തോ ഉള്ളിലൊരു കുത്തലേ. ഓക്കെ, അടുത്തത്. മേഘയ്ക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു കാര്യം എന്താണ്? രണ്ടുപേരും എഴുതണം. എഴുതണോ? പിന്നെ ഞാൻ പറയാൻ വേണ്ടി അല്ല പറയല്ലേ. ലൈഫിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു കാര്യം ഞാൻ കണ്ടു പണ്ടേ പേടിച്ചത് നിന്നെയാണ്, അതല്ലേ? ഇതെന്താ എനിക്കൊന്നും വരാത്ത? മേഘയ്ക്ക് ലൈഫിൽ ഏറ്റവും പേടി എന്താ? ഏറ്റവും പേടി അല്ല, പേടി ഉണ്ടായിരുന്ന ഒരു കാര്യം. ഭയങ്കര പേടിയുള്ളത് ഞാൻ കണ്ടില്ല, എന്നാലും ഒരു പേടി എട്ടുകാലി പാച്ചാന്നൊന്നും എഴുതല്ലേ ചേട്ടാ? ഇല്ല, അതിനേക്കാൾ ഭീകരമായ വല്ല കൊതുകുന്ന
ശരി ചളി. ഒരു മിനിറ്റ്. ഓക്കെ, അഡീഷൻ ഷീറ്റ് വേണോ? എന്താ ഓക്കെ എഴുതി. എന്താ ഇത് നോക്കട്ടെ. സ്പീഡ് റീഡിങ്. റീഡിങ് അല്ല റൈഡിങ്. സ്പീഡ് റൈഡിങ്. സ്പീഡ് അല്ലെങ്കിലും ഏകദേശം. ബൈക്ക് ചെരിച്ച് റൈഡിങ്. ഓക്കെ ഓക്കെ, എന്നാലും സ്പീഡ്, എന്നാലും പണിഷ്മെന്റ് ഉണ്ട്. ഇല്ലല്ലോ. അല്ല, ചെരിച്ച് ഓടിക്കണത്. ഇത് എങ്ങനെയോ കൊട്ടേഷൻ വാങ്ങി നമ്മൾ തമ്മിൽ മനപ്പൊരുത്തില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. ഇത് സമ്മതിക്കില്ല. അല്ല, സ്പീഡിൽ പോവാന്ന് വെച്ചാ എന്താ? സ്പീഡിൽ പോവാ. സ്പീഡിൽ പോവാതെ നമ്മളിങ്ങനെ വണ്ടി ചെരിക്കണേ. ചെരിച്ച് പോകുമ്പോ എന്ന് പറയുന്നത് സ്കിഡ് എന്ന് പറയാ. പണിഷ്മെന്റ് ഉണ്ട്, എന്തായാലും പണിഷ്മെന്റ് ഉണ്ട്. ഇതെന്താണെന്നറിയോ? നിങ്ങളുടെ വെഡിങ് ന്യൂസിന് താഴെ നെഗറ്റീവ് കമന്റ് ഇട്ട ഒരാളാണ് ഞാൻ. ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, കരുതാ. ശ്രീനിവാസൻ ഒരു പടത്തിൽ ചോദിക്കണില്ല, റിസപ്ഷനിൽ പോയിട്ട് ഒലക്ക കിട്ടും. അങ്ങനെയല്ല, അങ്ങനെ നിങ്ങൾ കരുതുക. കരുതിയാ മതി, ശരിക്കും കരുതിയാ മതി. അപ്പൊ എന്നെ നേരിട്ട് നിങ്ങളിപ്പൊ കണ്ടു. അപ്പൊ നിങ്ങൾ എന്നെ എങ്ങനെയാണ് നിങ്ങൾ എന്നെ നേരിടാന്നല്ല, ഒരാളെ എങ്ങനെ കിട്ടി, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ? നിങ്ങൾ ചൂടാവണം. നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ, ഈ പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തെങ്കിലും പറയണം. പെണ്ണെന്നൊന്നും പറയണ്ട. ഞാൻ ഡീൽ ചെയ്ത് ഈ കുട്ടി ഭയങ്കര ചൂടാവും ചേട്ടാ. എന്താണ് ചേട്ടാ ഭയങ്കര ഷോർട്ട് ആൻഡ് വേർഡ് അല്ലേ? ഒരാള് ഭയങ്കര നെഗറ്റീവ് പറഞ്ഞ ഒരാളെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കിട്ടിയാണ്. ചേച്ചി ഒന്നുമല്ല, ചേച്ചി അമ്മായി ഒന്നും വിളിക്കാൻ പറ്റില്ല. നിങ്ങളല്ലല്ലോ കമന്റ് ഇടുന്ന ഒരു ചേച്ചിയല്ലേ? ചേച്ചിയല്ലേ, ഒരു കുട്ടി. താങ്കൾ ഭവതി താങ്കൾ ആ കമന്റ് ഇട്ടത് വളരെ മോശമാണ്. ഓക്കെ, ഞങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ മുൻവിധിയോട് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റും? കൊള്ളത്തില്ല. അപ്പൊ ചേച്ചി എന്ന് വിളിച്ചാലും കൊള്ളൂല. ചൂടായിട്ട് അഭിനയിക്കും. എന്തോ പറയിപ്പിക്കാനുള്ള പരിപാടിയാണ്. ചൂടാ ഇങ്ങനെ. ശരിക്കും എടി വെറുതെ തോന്നിയ പോലെ കമന്റ് ഇടാനുള്ള പരിപാടിയാണെങ്കിൽ നിർത്തിക്കോട്ടോ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നോക്കുക. നിങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലേ? ഞങ്ങളുടെ കാര്യത്തിൽ തലയിടേണ്ട ആവശ്യമില്ല. അവൾക്ക് എന്നെ അറിയാം, എനിക്ക് അവളെ അറിയാം. ഓക്കെ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇനി തലയിട്ടം ചേച്ചി, ബാക്കി ഞാൻ അപ്പൊ പറഞ്ഞു. ഞങ്ങൾ പറയില്ല കേട്ടോ, ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങള് അതുമില്ല, ചേച്ചി ഞങ്ങള് നന്നായിട്ട് ജീവിച്ച് കാണിക്കും, അത്ര. അതെ, അത് നല്ലത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അയ്യോ, എവിടെ പോയി? സൽമാനെ കാണുമ്പോൾ ഏത് സിനിമാ താരത്തിന്റെ ലുക്ക് ഉണ്ടെന്നാണ് ചിലരെങ്കിലും പറഞ്ഞിട്ടുള്ളത്? അത് ഞാനും എഴുതണോ? എഴുതിക്കോ. സെൽഫ് ലവ്. വലിയ കാര്യത്തിൽ എന്തോ എഴുതണ്ട്. എന്തോ ഒപ്പിച്ചുള്ള എഴുത്താത് ഇത്രയും എഴുതുന്നുണ്ടെങ്കിൽ. എന്താണ്? DQ, പിന്നെ മണി ഹിസ്റ്റോ അല്ല, മങ്കിയുടെ ചെറിയൊരു കട്ട്. അത് രണ്ടാമത്തത്. ഓക്കെ, ഫസ്റ്റത്തെ ഏത് സൈഡിലാണോ അതറിയില്ലായിരിക്കും. കണ്ണടച്ച് നോക്കിയാ കറക്റ്റ് ആയിരിക്കും. ഇല്ല, ഉണ്ട്, എവിടേക്കോ ഉണ്ടല്ലേ. ഇത് മീഷോന്ന് വാങ്ങിച്ച ദുൽഖർ. അതെ, ഇത് മീഷോ ദുൽഖർ. നിനക്കൊക്കെ മീഷോ മതി. അമ്മാല് സോഫി, അത് അമ്മാലൊന്നല്ലല്ലോ, മേഘയല്ലേ, ഇത് മതി. മേഘയ്ക്ക് ആരുടെയെങ്കിലും കട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഒരേ സമയത്തിന് കട്ടുണ്ടെന്ന്, പിന്നെ ഒരു അനുഷ്കയുടെ കട്ടുണ്ടെന്ന് പറയും. അല്ല, എനിക്ക് സമാന്തന്റെ ഭയങ്കരത്തില് ഫീൽ ആയിട്ടുണ്ട്. ആംഗിൾ ഒന്നും എനിക്ക് അറിയില്ല, എവിടെയൊക്കെയോ ഉണ്ട്. ആ ഒരു നോസ് പോർഷൻ, ഒരു ഇത്ര പോർഷൻ സമാന്താന്റെ ഒരു ഭയങ്കരത്തിൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ഉറങ്ങുമ്പോഴേക്കും അങ്ങനെ തന്നെ. ആണോ? സമയത്ത് ഉറങ്ങുന്ന കണ്ടിട്ടുണ്ടോ? അത് ഞാൻ വെളിപ്പെടുത്തിയെങ്കിൽ സമന്ത എന്നോട് പിണങ്ങുന്നത് കൊണ്ട് ഞാൻ അത് പറയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും. സമന്ത, ഞാൻ പറയില്ല കേട്ടോ, ട്രസ്റ്റ് മീ. ഇത് വേറെ എവിടേക്കോ. സമൂമോൾ, ഡോണ്ട് വറി. പോട്ടെ, കുഴപ്പമില്ലല്ലോ അല്ലേ? സമ്മൂന് കുഴപ്പമില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലോ. സമന്താണ് ഞാൻ അങ്ങനെയാണ് വിളിക്കുക. സ്നേഹം കൂടുമ്പോ ക്യാൻറ്റീനാണെങ്കിൽ
ക്യാൻറ്റീനിലാണെങ്കിൽ സമൂസ